ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെജിറ്റബിൾ ചന സാലഡാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്ക് വെജിറ്റബിൾ ചന സാലഡ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ചുണ്ടൽ കടലയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചുണ്ടൽ കടല ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂറോളം നമുക്കൊന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചുണ്ടൽ കടല കുതിർത്തെടുത്തതാണ്. ഇതിനെ നമുക്കൊരു കുക്കറിൽ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കുറച്ചധികം വെള്ളവും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം അധികം കൂടാൻ പാടില്ല. ഒരു 2 ഗ്ലാസ്സൊക്കെ മതിയാകും ഒഴിച്ചാൽ. അപ്പോൾ അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടല അധികം വേകാതെ ആവശ്യത്തിന് വേഗിന് നമുക്കത് മാറ്റിയെടുക്കണം. ഒരു 3 വിസിലൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ആവശ്യത്തിനുള്ള വേഗം ഇതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സാലഡ് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം വേണ്ടത് കടലയിൽ ചെറിയ ചൂടൊന്നും മാറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചൂടൊന്നും മാറി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടെ നമ്മൾ വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ അതും കൂടി ഒന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ് ചെറിയ ചൂടിൽ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ആദ്യം ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലയാണ് ഞാൻ കടലയിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്കിത് ഈ കടലയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാറ്റ് മസാല ഇല്ലെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്താലും മതിയാകും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് വെജിറ്റബിൾ ഓരോന്നും ഇത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾ ഏതാണോ അത് ചേർത്താൽ മതിയാകും. ഞാൻ ഇതിപ്പോൾ കുറച്ച് കേബേജ് ചേർത്ത് കൊടുത്തു. അടുത്തതായി ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഒന്നും അളവ് ഒരു പ്രത്യേകിച്ച് ഒരു അളവില്ല. നമുക്കിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ക്യാരറ്റും ക്യാബേജൊക്കെ ഇത്തിരി ചെറിയ രീതിയിലാണെങ്കിൽ നമുക്കത് കഴിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറിയൊരു എരിവിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വെജിറ്റബിൾ കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ കുറച്ച് ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വെള്ളരിക്ക ഒരു ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അത് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്ത് ചേർക്കാം. ഇതിപ്പോൾ നീളത്തിനേക്കാൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കടലയുടെ ഒരു അളവൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തത്. കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല വലിയ പഴുത്ത ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ കടലയിലോട്ട് ചേർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. കുട്ടികൾക്കൊക്കെ നമുക്കിപ്പോൾ കടലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ അത് കടല മാറ്റി വയ്ക്കുന്നവരൊക്കെ ഒരുപാട് പേര് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ടേസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ നമുക്കിനി ചെറുതായിട്ട് ഒരു പുളിപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നല്ലൊരു നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ വെജിറ്റബിളിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ചന വെജിറ്റബിൾ സാലഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് വൈകുന്നേരം നമുക്ക് കുറച്ച് കഴിക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇതിൽ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ആ ഒരു മണവും കൂടെ വരുമ്പോൾ നമ്മുടെ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ ശ്രമിക്കുക.
നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ നമ്മളിത് കുറച്ചെടുത്ത് ഒരു സ്പൂൺ എടുത്തൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക. ചെറുതായിട്ട് ഉപ്പ്, പുളി ഇതൊക്കെ ഒന്ന് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നാരങ്ങ നീരിന് പകരം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗളുകളിലാക്കി നമുക്ക് ഓരോരുത്തർക്കും ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്കിത് തയ്യാറാക്കി കഴിക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് കടലയൊക്കെ ഒന്ന് ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് പാടായിരിക്കും വെജിറ്റബിളൊക്കെ. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഇത് കൂടുതലും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു കട്ടൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതുതായിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാക്കി ഇടുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.